നമസ്കാരം കുട്ടികൾക്കും സുഹൃത്ത് സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് നമ്മൾ ഉടൻ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയോ പ്രശ്നം കാരണം ഇത് ലേറ്റായി എന്നറിയുന്നതും അതിനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം എന്ത് തന്നെയാണേലും ഇതിൻ്റെ കുഴപ്പങ്ങളും ഇതിൻ്റെ ഗുണങ്ങളും അതൊന്ന് എളുപ്പമൊന്ന് നിങ്ങളോടൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനുണ്ടായ പ്രശ്നങ്ങൾ. നമുക്കിതിൻ്റെ ലേറ്റ് ആവുന്തോറും പല കുട്ടികളുടെയും മനസ്സിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് പലരും ഇതിനോടകം തന്നെ പല കോളേജിലും മാനേജ്മെന്റ് സീറ്റ് എടുക്കാനുള്ള സാധ്യത ഭയങ്കരമായിരിക്കും. അത് പ്രത്യേകിച്ച് ഇത്തിരി നല്ല റാങ്കുകാരായിരിക്കും അതിന് മിക്കവാറും പോയി വീഴാൻ പോകുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, അവർക്ക് ഇനി ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോളേജ് വല്ല അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പഠിത്തം ആകെ താറുമാറാകും എന്നൊരു തോന്നലുണ്ട്. നല്ലൊരു കോളേജ് നല്ലൊരു കോഴ്സും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. ഇത് ഉടൻ തന്നെ റാങ്ക് ലിസ്റ്റ് വരുവാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള തീരുമാനം കഴിഞ്ഞ് പോകാമായിരുന്നു. ഇതിപ്പോൾ റാങ്ക് ലിസ്റ്റ് വൈകുന്തോറും ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കൂട്ടുകാർക്കുള്ളതാണ്. ഒന്ന് നമ്മുടെ കോളേജിനൊരു ഇതിനെനിക്ക് തോന്നുന്ന ഒരു പ്രയോജനം ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് എൻ്റെ തോന്നൽ. കാരണം വേറൊന്നുമല്ല, അവർക്ക് ഇപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ലേറ്റ് ആകുന്തോറും കുട്ടികൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി എങ്കിൽ പിന്നെ അങ്ങ് എടുത്തേക്കാൻ പോയി കോളേജിൽ പോയി അങ്ങ് അഡ്മിഷൻ എടുത്തേക്കാം എന്ന് തോന്നുന്നവരുണ്ട്. ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു മെറിറ്റ് സീരീസ് സ്റ്റേറ്റ് മെറിറ്റിലോ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളതായിരിക്കും. പക്ഷെ ഇങ്ങനെ നമുക്ക് ടെൻഷൻ അടിച്ച് ഓരോ ദിവസവും കഴിയും തോറും ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം കാരണം അവർ പോയി അഡ്മിഷൻ എടുക്കും. ചിലപ്പോൾ അതിനകത്ത് ഫീസൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. സാധാരണ അവർ അടയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നേക്കാളും അല്ലെങ്കിൽ അടയ്ക്കേണ്ടിയിരുന്നതിനേക്കാളും ഇത്തിരി കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഇത് കിട്ടാൻ അത്രയ്ക്ക് സാധ്യത ഇല്ലാത്തവർ ഉണ്ടല്ലോ. ചില കുട്ടികൾ ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചേക്കുക അല്ലെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രയോജനങ്ങളുണ്ട്. വെയിറ്റ് ചെയ്യുന്നവർക്ക് പ്രയോജനം ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. കാരണം അവർക്ക് എന്തായാലും കിട്ടാനൊന്നും സാധ്യത ഇല്ലെന്ന് വെച്ചുകൊണ്ട് അവർ കൂടുതലൊന്നും പ്രത്യേകിച്ച് കൂടുതൽ നല്ലൊരു കോളേജിനെ ഒന്ന് സമീപിച്ച് കാണാനുള്ള സാധ്യത കുറവാണ്. അവർ പതുക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അവർക്ക് പക്ഷേ ഈ മെറിറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മെറിറ്റ് സീറ്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പം ഇത് ലേറ്റ് ആവുന്തോറും ഓരോ ദിവസവും ഇങ്ങനെ കഴിയുന്തോറും പലരും വെളിയിൽ പോകുന്നവരുമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, വെളി ചിലപ്പോൾ അഡ്മിഷൻ, കാരണം ഇത് പലരും ഇവിടെ നല്ലൊരു സീറ്റ് കിട്ടിയാൽ വെളി പോകാതെ ഇരിക്കാനുള്ളവരായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ലേറ്റ് ആവുന്തോറും നല്ലൊരു കോളേജ് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇനി നോക്കാതെ തന്നെ എങ്കിൽ പിന്നെ വെളി പോയി സീറ്റ് പൈസ കൊടുത്തങ്ങ് വാങ്ങിച്ച് അവിടെ അങ്ങ് പഠിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അപ്പം പല രീതിക്കുള്ള കാര്യങ്ങളാണ് ഇത് ലേറ്റ് ആകുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ നിഗമനമാണ്. എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പം എന്തായാലും ഇത് എന്ത് കാരണം കൊണ്ടേലും ഉടൻ തന്നെ പരിഹരിക്കേണ്ട ഒരു പ്രോബ്ലം തന്നെ ആയിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം ഇത് കുട്ടികളുടെ കാര്യമാണ്. ഓൾറെഡി ഇപ്പം ജൂൺ ആയി കഴിഞ്ഞു. ഇനി ഇതൊക്കെ ക്ലാസ് തുടങ്ങി ഫസ്റ്റ് സെമ്മൊക്കെ ഉടനെ അങ്ങ് തീർക്കും. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഒരു വർഷത്തെ ക്ലാസ് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടും മീൻസ് 2 സം തീർത്തു എന്നുള്ള രീതിയിൽ കൂടെ വരും. ഈ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഉടനടി എല്ലാം കൂടെ പഠിക്കുക, ജയിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നെ ഇത് സപ്ലിമെന്റ് പിന്നെ ഇത് ഫെയിലായിട്ട് അരിയേഴ്സായിട്ട് എപ്പോഴൊക്കെയോ എഴുതിയെടുത്തെങ്കിലായി. അങ്ങനെ ഈ നമ്മുടെ സെമസ്റ്റർ 1 പല സബ്ജക്റ്റും ചിലപ്പോൾ ലാസ്റ്റ് വരെ കൊണ്ടുകൊണ്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കുഴപ്പങ്ങളാണ് ഈ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് ലേറ്റ് ആവും തോറും ഇനിയിപ്പോൾ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി ലേറ്റ് ആവും. എല്ലാം കൊണ്ടും ആകെ ഒരു പ്രോബ്ലത്തിലാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഉടൻ വന്ന് ഇതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഉടൻ തന്നെ നടപ്പാക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികളെ ഓൾറെഡി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പഠിക്കാൻ ഒന്നാമത് പല കോളേജിലും സീറ്റ് ഫില്ലാവാറില്ല. പലരും ഇവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാലും ഉണ്ട്. കാരണം നല്ല ഇതായിട്ട് കിട്ടുവാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ട്. ഒത്തിരി പൈസ കൊടുത്ത് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്. അപ്പം ഇത് ലേറ്റ് ആകുന്നതോറും ഇനിയും കോളേജിൽ പിള്ളേർ കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതോളം തന്നെ ഒന്ന് നേരത്തെ തന്നെ അല്ല ആക്കി കഴിഞ്ഞാൽ, പക്ഷെ സ്റ്റാർട്ടിങ് ഒക്കെ നല്ല സ്പീഡായിരുന്നു. എനിക്കൊന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആകെ ലാഗായി അല്ലേ. ഒത്തിരി ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു പല കാര്യങ്ങളും. എന്തായാലും ഇത് ഗുണവും ദോഷവും പല രീതിയിൽ കൂടെയാണ്. കുറച്ചു പേർക്ക് ഗുണവും കുറച്ചു പേർക്ക് ഗുണമില്ലായ്മയും, മീൻസ് അങ്ങനെ പ്രയോജനം ഇല്ലായ്മയാണ് ഇപ്പം കണ്ടുവരുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇത് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, ഉടൻ തന്നെ അങ്ങോട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടന്ന് നമ്മുടെ അടുത്തൊരു വലിയൊരു
കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പഠിത്തം നന്നാവണം, നല്ലൊരു പ്ലേസ്മെന്റ്, എല്ലാ സ്വപ്നം കാണുന്നവര് ഒത്തിരി കുട്ടികളാണ്. കാരണം ഇത്ര നാടൊക്കെ പഠിക്കുകയല്ലായിരുന്നു. ഇനി ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞ ഒരു ജോലിക്ക് വേണ്ടി മനസ്സ് ആഗ്രഹിച്ച് നടക്കുന്നവരാണ്. അപ്പൊ എല്ലാം നടക്കും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.